നമസ്കാരം, എല്ലാവർക്കും അഗ്രികളിലോട്ട് സ്വാഗതം. നമ്മൾ ഹെർബിസൈഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി തന്നെ എന്താണ് ഹെർബിസൈഡ്സ് എന്ന് നോക്കാം. ഹെർബ ആൻഡ് സിഡർ, ഈ രണ്ട് ലാറ്റിൻ വേർഡ്സിൽ നിന്ന് ആണ് ഹെർബിസൈഡ് എന്നുള്ള പദം ഉണ്ടായിരിക്കുന്നത്. ഹെർബ മീൻസ് പ്ലാന്റ്സ് ആൻഡ് സിഡർ മീൻസ് എന്താണ്, ടു കിൽ, അതായത് പ്ലാന്റ്സിനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊന്നുകളയുന്ന എന്നുള്ള മീനിങ് ആണ് ബേസിക്കലി ഹെർബിസൈഡ് എന്ന ലാറ്റിൻ വാക്കിനുള്ളത്. നോക്കൂ, ഡെഫിനിഷനിലോട്ട് പോവുകയാണെങ്കിൽ എ കെമിക്കൽ യൂസ് ഫോർ കില്ലിംഗ് ഓർ സിവിയർലി ഇന്ററപ്റ്റിംഗ് ഓർ ഇൻഹിബിറ്റിംഗ് ദ നോർമൽ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഇതാണ് ബേസിക്കലി നമ്മളൊരു ഹെർബിസൈഡ് എന്ന് പറയുന്നത്. ഹെർബിസൈഡ്സിന് പല ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ, ബേസ്ഡ് ഓൺ ടൈം ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഹെർബിസൈഡ്. ഈ പറയുന്ന ഹെർബിസൈഡ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ, ഏത് സമയത്താണ് ഉപയോഗിക്കുന്നതിൻ്റെ ബേസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഹെർബിസൈഡിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രീ പ്ലാന്റ് ഇൻകോർപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ പ്രീ പ്ലാന്റ് ഹെർബിസൈഡ്സ്, പ്രീ എമർജൻസ് ഹെർബിസൈഡ്സ് ആൻഡ് പോസ്റ്റ് എമർജൻസ് ഹെർബിസൈഡ്. അതായത് പ്ലാന്റിങ്ങിന് മുമ്പ് നമ്മൾ സോയിലിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഹെർബിസൈഡ്സ് ആണ് പ്രീ പ്ലാന്റ് ഹെർബിസൈഡ്സ്. പ്രീ എമർജൻറ്റ് ഹെർബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ സോ ചെയ്ത് 0 to 3 days വിത്തിൻ 3 ദിവസത്തിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹെർബിസൈഡ്സ് ആണ് പ്രീ എമർജൻറ്റ് ഹെർബിസൈഡ്സ് എന്ന് പറയുന്നത്. അതായത് കളകളും ചെടിയൊക്കെ വളരുന്നതിന് മുൻപ്. പോസ്റ്റ് എമർജൻറ്റ് ഹെർബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ സോ ചെയ്ത് കഴിഞ്ഞൊരു 15 മുതൽ 20 ദിവസത്തിന് ശേഷം കളകളെല്ലാം വ്യക്തമായിട്ട് പൊന്തി ജെർമിനേറ്റ് ചെയ്ത് വന്ന് ഒരു നല്ല വ്യക്തമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ എത്തുമ്പോൾ അപ്ലൈ ചെയ്യുന്നതാണ് പോസ്റ്റ് എമർജൻറ്റ് ഹെർബിസൈഡ്സ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കൂ, ബേസ്ഡ് ഓൺ സെലക്ടിവിറ്റി. അതായത് എത്രത്തോളം സെലക്റ്റീവ് ആണ് ഈ പറയുന്ന ഹെർബിസൈഡ് എന്നുള്ള ബേസിസിലാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മളൊരു മിക്സഡ് പോപ്പുലേഷനിലോട്ട് ഹെർബിസൈഡ് അടിക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷനിലുള്ള എല്ലാ സ്പീഷീസിനെയും ഒരുപോലെ ക്രോപ്പാണോ വീടാണോ എന്ന് നോക്കാതെ ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ നോൺ സെലക്റ്റീവ് ഹെർബിസൈഡ് എന്ന് വിളിക്കുന്നു. അതേസമയം നമ്മളൊരു മിക്സഡ് പോപ്പുലേഷനിലോട്ട് അപ്ലൈ ചെയ്യുകയും ഒരുപക്ഷെ അവിടെയുള്ള ബ്രോഡ് ലീവ്ഡ് വീഡ്സിനെ മാത്രമാണ് ഈ പറയുന്ന ഹെർബിസൈഡ് നശിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ്, ദാറ്റ് പർട്ടിക്കുലർ ഹെർബിസൈഡ് ഈസ് സെലക്റ്റീവ് ടു ബ്രോഡ് ലീവ്ഡ് വീഡ്സ് എന്ന് നമുക്ക് പറയാം. അല്ല, ചിലപ്പോൾ ഒരു ഹെർബിസൈഡ് ഗ്രാസി വീഡ്സിനെ മാത്രമായിരിക്കും നശിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ സെലക്റ്റീവ് ഹെർബിസൈഡ്സ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കൂ, ബേസ്ഡ് ഓൺ സ്പെക്ട്രം ഓഫ് വീഡ് കൺട്രോൾ. ഇതുപോലെ തന്നെ എന്താണ്, അതിൻ്റെ ആക്ടിവിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. ഒരു പോപ്പുലേഷനിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അവിടെയുള്ള ഗ്രാസി വീഡ്സ്, ബ്രോഡ് ലീവ്ഡ് വീഡ്സ്, അതുപോലെ തന്നെ സെഡ്ജസ്, ഈ 3 തരത്തിലുള്ള വീഡ്സിനെയും കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളതിനെ ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡ് എന്ന് വിളിക്കുന്നു. പക്ഷേ എല്ലാ ഹെർബിസൈഡ്സും ഈ കൂട്ടത്തിൽ വരണമെന്നില്ല. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഹെർബിസൈഡ്സിന് ഗ്രാസി വീഡ്സിനെ മാത്രമായിരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, നാരോ സ്പെക്ട്രം ഹെർബിസൈഡ് എന്ന് വിളിക്കും. സോ ബേസ്ഡ് ഓൺ സെലക്ടിവിറ്റി വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻടു ബ്രോഡ് സ്പെക്ട്രം ആൻഡ് നാരോ സ്പെക്ട്രം. നൗ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ആക്ഷൻ. മോഡ് ഓഫ് ആക്ഷൻ്റെ ബേസിസ് നമുക്ക് ഹെർബിസൈഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കോൺടാക്ട് ഹെർബിസൈഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ട്രാൻസ്ലൊക്കേറ്റഡ് ഓർ സിസ്റ്റമിക് ഹെർബിസൈഡ്സ്. ഓക്കെ, കോൺടാക്ട് ഹെർബിസൈഡ്സ് ആൻഡ് സിസ്റ്റമിക് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റഡ് ഹെർബിസൈഡ്സ്. നമ്മൾ സ്പ്രേ ചെയ്ത ഹെർബിസൈഡ്സ് ലീഫിൽ വീഴുന്നു. എവിടെയാണോ കോൺടാക്ട് ഉണ്ടാവുന്നത് ആ കോൺടാക്ട് വരുന്ന പോർഷനിൽ മാത്രമാണ് ഹെർബിസൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ അതിനെ കോൺടാക്ട് ഹെർബിസൈഡ്സും. വേറെ സിസ്റ്റമിക് ഹെർബിസൈഡ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്യുന്നത് അവിടെ നിന്ന് സൈലം ഫ്ലോയും ഈ വഴി മെത്തേഡ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യപ്പെട്ട് അതിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷനിൽ എത്തുകയും അതിനുശേഷമാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ സിസ്റ്റമിക് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റഡ് ഹെർബിസൈഡ്സ് എന്നും വിളിക്കുന്നു. ഇനി ബേസ്ഡ് ഓൺ ദ റെസിഡ്യൂവൽ ആക്ഷൻ, അതായത് നമ്മൾ ഹെർബിസൈഡ് അടിച്ച് അതിൻ്റെ റെസിഡ്യൂവൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു 5 to 6 weeks ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ റെസിഡ്യൂവൽ ഹെർബിസൈഡ് എന്ന് വിളിക്കുന്നു. അതേസമയം നീണ്ടു നിൽക്കില്ല, ഒരു 2-3 ദിവസത്തിനകത്ത് തന്നെ എന്താണ് അതിൻ്റെ എഫക്റ്റ് തീർന്നു പോയെങ്കിൽ നമ്മൾ അതിനെ നോൺ റെസിഡ്യൂവൽ ഹെർബിസൈഡ് എന്നും വിളിക്കുന്നു. ഇനി ബേസ്ഡ് ഓൺ സൈറ്റ് ഓഫ് അപ്ലിക്കേഷൻ, നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ചില ഹെർബിസൈഡ്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലീഫിൽ ഫോളിയേജിൽ സ്പ്രേ ചെയ്യായിരിക്കും. ആ ടൈപ്പ് ഓഫ് ഹെർബിസൈഡ്സിന് നമ്മൾ ഫോളിയേജ് അപ്ലൈഡ് ഹെർബിസൈഡ്സ് എന്നും, ചില ഹെർബിസൈഡ്സ് നമ്മൾ ഡയറക്റ്റ്ലി എന്തായിരിക്കും മണ്ണിലോട്ട് അല്ലെങ്കിൽ സോയിലോട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് ഹെർബിസൈഡ്സിനെ നമ്മൾ സോയിൽ അപ്ലൈഡ് ഹെർബിസൈഡ്സ് എന്നും വിളിക്കുന്നു. സോ ദീസ് ആർ ദ ബേസിക് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹെർബിസൈഡ്സ് ആൻഡ് generally it is a term that is originated from a Latin word, and these are glyphosate and glufosinate ammonia, which is the mostly common, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഹെർബിസൈഡ്സിൻ്റെ പിക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. താങ്ക് യു.